കണ്ണൂരിൽ പി ജയരാജനെ വെട്ടിനിരത്തുന്നു. അദ്ദേഹത്തിന് വടകര ലോക്സഭയിൽ മത്സരിപ്പിച്ചു, ജില്ലാ സെക്രട്ടറി ആയിരിക്കെ. മറ്റ് മത്സരിച്ച് തോറ്റ ആളുകളൊക്കെ പിന്നെ ജില്ലാ സെക്രട്ടറി പോസ്റ്റിൽ തിരികെ എത്തിയപ്പോൾ ജയരാജന് ആ പോസ്റ്റ് നൽകിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്നായിരുന്നു ആളുകൾ കരുതിയത്. ജയരാജന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റില്ല. പിണറായി വിജയന്റെ ഒരു ഈഗോയുടെ ഭാഗമായിട്ടാണോ ജയരാജന്റെ സീറ്റ് നിഷേധിക്കുന്നത്? ഈഗോ എന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ പാർട്ടി അണികളുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ ജയരാജനാണ്. അദ്ദേഹത്തിൻ്റെ പാലിയേറ്റീവ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, വിഷയങ്ങളിൽ കണ്ണൂരിൻ്റെ സ്വഭാവം അറിയാലോ. അപ്പോൾ പെട്ടെന്ന് എതിർപ്പ് വന്നാൽ മുൻപിൽ നിന്ന് പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാനും വേണ്ടി വന്നാൽ അടിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ കഴിവുള്ള ഒരാളാണ് ജയരാജൻ. പക്ഷെ ജയരാജനെ തുടക്കം മുതൽ തന്നെ മാറ്റി. നമ്മളൊരു കാര്യം ആലോചിക്കുക, ഒരു ജയരാജൻ്റെ ഒരു കീർത്തി പാട്ടുണ്ടായിരുന്നു. ടി ജെ ആർമിയുടെ ആ പാട്ട് നിരോധിച്ചു. പക്ഷേ നമ്മുടെ കൈകൊട്ടിക്കളി നിരോധിച്ചില്ല. കാരണഭൂതൻ കൈകൊട്ടിക്കളി നിരോധിച്ചില്ല. അതാണ് പ്രശ്നം. കാരണഭൂതന്റെ കൈകൊട്ടിക്കളിയാവാം. പിണറായി വിജയൻ പിണറായി എന്നൊക്കെ പറഞ്ഞ് വേറൊരു പാട്ടൊക്കെ പാടി, ഒരു പുതിയ പാട്ടൊക്കെ പാടി. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തോ ഒരു പാട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ജയരാജന്റെ പാട്ട് പറ്റില്ല. അപ്പൊ വ്യക്തിപൂജ ഒരാൾക്കേ പാടുള്ളൂ, ഒരു ദൈവമേ പാടുള്ളൂ. ഇസ്ലാം മത വിശ്വാസം പോലെ ഏകദൈവ വിശ്വാസമാണ് പാർട്ടിക്കകത്തുള്ളത്. വേറൊരു നേതാവും വളർന്നു വരും. വളർത്തേണ്ടവരെ ഞാൻ വളർത്തും, ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നവരും വളർന്നാൽ മതി. ജയരാജൻ ഏതെങ്കിലും വിധത്തിൽ അവിടെ വന്നാൽ മത്സരിച്ചാൽ ഇപ്പോൾ വളരെ സിമ്പിളാണ്. തലശ്ശേരി സീറ്റ് ഷംസീറിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേറെയുണ്ട്. അത് വേറെ. ജയരാജൻ ആ സീറ്റ് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. ജയരാജനോട് മത്സരിച്ചാൽ സുഖമായിട്ട് ജയിക്കും. ആരായാലും ജയിക്കും. ജയരാജൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷെ ജയരാജന് കൊടുക്കില്ല. ജയരാജന് കൊടുത്താൽ നാളെ ജയരാജൻ ഒരു ഭീഷണിയാണ്. തളിപ്പറമ്പ് കൊടുക്കായിരുന്നു. അല്ല, തലശ്ശേരി ഞാൻ പറഞ്ഞ ഈ അക്രമവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമല്ലേ തലശ്ശേരി. അപ്പോൾ തളിപ്പറമ്പ് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പോൾ ജയരാജൻ വേണ്ട, ശ്യാമള മതി. അപ്പൊ ഭാഗ്യത്തിന് PP ദേവിക്ക് സീറ്റില്ല. ഞാൻ അതുകൂടി കൊടുക്കണമായിരുന്നു ഒരു സീറ്റ് എന്നാ ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു സീറ്റ് PP ദേവിക്ക് മത്സരിക്കാൻ പോകുന്ന കാരായി രാജൻ അത് നല്ല ആളാ. ഇനിയിപ്പോ കൊടിസുനിയും കൂടി ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ചാൽ പ്രശ്നം വളരെ തീരും. കൊടിസുനി അല്ലെങ്കിൽ വിക്രമാണി മനോജ് ഇവരൊക്കെ മത്സരിക്കും. കാരായി രാജൻ, കാരായി ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ കാരായി രാജനൊന്നും ഇനി ജീവിതത്തിൽ അനങ്ങാൻ പറ്റില്ല. അമ്മാതിരി ക്രിമിനൽ കേസുണ്ട്. അതിന് നാളെ ഇത് കഴിഞ്ഞ് CBI കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ അതും തീർന്നു. ഫസൽവാദ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ അതും തീർന്നു. ഒന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ തൻ്റെ മീതെ ഉയരരുത് എന്ന് എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കുക കഴുത്തിന് താഴെ വെച്ചിട്ടാണ്. ഇത് എൻ്റെ ഇതുവരെ വന്നാൽ മതി. ആ അനുഗ്രഹമാണ് പിണറായി എല്ലാവർക്കും കൊടുക്കുന്നത്. ജയരാജൻ അത് ചാടുമോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ് ജയരാജന് അനുഗ്രഹം പോലും കൊടുക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറെ കൂടി ദീർഘദൃഷ്ടിയോടുകൂടിയാണ് പിണറായി വിജയൻ കാണുന്നതെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് തന്നെ അറിയാം കാറ്റനുകൂലമല്ല. അങ്ങനെ വന്നാൽ പിണറായി വിജയൻ ധർമ്മടത്തിൽ ജയിക്കും. മട്ടന്നൂരോ പയ്യന്നൂരോ ഒക്കെ നിന്ന് ശൈലജ ടീച്ചറും കൂടി ജയിച്ചു വന്നാൽ പ്രശ്നം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരോഗ്യപരമായും ഒരുപക്ഷെ ഒരു ചടുലമായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VS ഒക്കെ ഇരുന്ന പോലെ ഇരിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഷൈൻ ചെയ്യാൻ പോണത് ശൈലജ ടീച്ചറാണ്. എന്ന് പറഞ്ഞാൽ നാളെ ഇത് കഴിഞ്ഞൊരു ഭരണം വന്നാൽ ശൈലജ ടീച്ചർ നാച്ചുറൽ ചോയ്സാണ് മുഖ്യമന്ത്രിയാവാനോ മറ്റേതെങ്കിലും പാർട്ടി ലീഡർഷിപ്പിലേക്ക്. അത് വരാൻ പാടില്ല. ഐസക്ക് വരാൻ പാടില്ല. ആരും വരരുത്. ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളെ മാത്രമായാൽ മതി. അയാൾ ജയിച്ചു വന്നാൽ അയാളാണ് പ്രതിപക്ഷ നേതാവ്. അയാൾക്കാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി. നാച്ചുറൽ ചോയ്സ് ചീഫ് മിനിസ്റ്റർ ആവാനുള്ള സാധ്യത. ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ കട്ടിങ്ങാണ്. അപ്പം ആരും അതിനപ്പുറത്തുള്ള ഒരാളുമില്ല. ഇനിയിപ്പോൾ നാളെ എങ്ങനെ ഭാഗ്യത്തിൽ കിട്ടുകയാണെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് ആളുകളെ വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി. അവിടെയും രണ്ടാമൻ വളരെ ക്ലിയറായിട്ട് ഇദ്ദേഹം തന്നെ വരും. പിന്നെ എപ്പോഴെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ പോണ്ടി വന്നാൽ, ചികിത്സയ്ക്ക് എന്തെങ്കിലും പോണ്ടി വന്നാൽ ആരാണ് ചാർജുള്ളതെന്നുള്ളത് ഉറപ്പായി. സ്വാഭാവികമായും അധികാര കൈമാറ്റം കുടുംബപരമായി തന്നെ നിർവഹിക്കാൻ കഴിയും. അതാണ് ടാർഗറ്റ്. പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അതിലാണ് വെട്ടിനിരത്തുന്നത്. ഈ വെട്ടിനിരത്തൽ പാർട്ടിക്ക് എത്രത്തോളം ദോഷം ചെയ്യുമെന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റും. കാരണം പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള 3 സ്ഥലത്ത് അതിശക്തമായ പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട്. പാലക്കാടും ആലപ്പുഴയും കണ്ണൂരും. 3 സ്ഥലത്തും പാർട്ടി അണികൾക്ക് വലിയ എതിർപ്പ് വന്നിട്ടുണ്ട് പല രൂപത്തിൽ. അതുകൊണ്ട് ഇത് പാർട്ടിക്ക് തന്നെ ദോഷകരമാവുമോ എന്ന് പേടിപ്പെടുത്തുന്ന ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.